നമസ്തേ, ഗുഡ് ഈവനിങ് എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കൂൾസ് ഓഫ് യോഗയാണ്. സോ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് യോഗ സ്വാമി വിവേകാനന്ദ പല 4 ബുക്കുകളിലായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. രാജയോഗ, ഭക്തിയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ. അത്തരം യോഗ സ്കൂളുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത്തരം സ്കൂൾസ് ഓഫ് യോഗയുടെ റെഫറൻസ് നമുക്ക് പതഞ്ജലി യോഗസൂത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്, ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യനെ ഒരു 4 പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് തരം തിരിക്കാവുന്നതാണ്. അവ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ പേഴ്സണാലിറ്റി, ആക്റ്റീവ്, ഇൻറ്റ്യൂട്ടീവ് ആൻഡ് വൊളീഷണൽ. ഇതെല്ലാം തന്നെ പല തരത്തിലുള്ള, ഇതെല്ലാം ഒരു മനുഷ്യനുണ്ടെങ്കിൽ തന്നെയും കൂടുതലായും അത്തരത്തിലുള്ള ഇപ്പോൾ ആക്റ്റീവ് ആണെങ്കിൽ കൂടുതലായും ആക്റ്റീവായിട്ടുള്ള നേച്ചർ കാണിക്കുന്നവരെ ആ ഒരു ആക്റ്റീവ് കാറ്റഗറിയിൽ പെടുത്തുന്നു. അങ്ങനെ ഒരു 4 തരത്തിൽ അദ്ദേഹം തരം തിരിച്ചിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് പേഴ്സണാലിറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ മയേഴ്സ്ബർഗ് പേഴ്സണാലിറ്റി, അങ്ങനെ 16 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി, അങ്ങനെ പലതരം പേഴ്സണാലിറ്റീസ് നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാലും ഓരോ പേഴ്സണും ചേരുന്ന തരത്തിലുള്ള സ്കൂൾ ഓഫ് യോഗയാണ് അവർക്ക് തിരഞ്ഞെടുക്കാൻ കൂടുതലും സാധ്യമായത്. അതായത് കൂടുതൽ എളുപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്നതും മനസ്സിനിണങ്ങുന്നതും അവരുടെ നേച്ചറിനനുസരിച്ച് അവർക്ക് ഏത് പാത്താണോ തിരഞ്ഞെടുക്കുക അത് അവർക്ക് ഈ 4 പാത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പാത്ത് തിരഞ്ഞെടുക്കാം. അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാ പാത്തിലേക്കും എത്തിച്ചേരുന്നതുമാണ്. സോ ഇത്തരത്തിൽ സ്കൂൾസ് ഓഫ് യോഗ അല്ലെങ്കിൽ പാത്സ് ഓഫ് യോഗ ഉരുത്തിരിഞ്ഞു വരാൻ കാരണം തന്നെ ഇത്തരം പേഴ്സണാലിറ്റികൾ നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് ഭക്തി യോഗ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഇമോഷണലി ആൻഡ് ഡിവോഷണലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്താണ് ഭക്തി യോഗ പാത്ത്. സോ ഈ ഇത്തരം ഭക്തി യോഗയെക്കുറിച്ചുള്ള നിർവചനം നമുക്ക് യോഗസൂത്രം 1ാമത്തെ ചാപ്റ്ററിലും 2ാമത്തെ ചാപ്റ്ററിലും കാണാവുന്നതാണ്. ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് നിങ്ങൾക്കെങ്കിൽ ഇത്തരം ജ്ഞാനയോഗ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. ഇത് കൂടുതലും നോളജ്, റിഫ്ലക്ഷൻ, അതിൻ്റെ എൻക്വയറി, കൂടുതൽ ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർക്ക്, റാഷണലായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പാത്വേ ആണ് ജ്ഞാനയോഗ പാത്ത്. ഇത്തരത്തിൽ ജ്ഞാനയോഗ പരിശീലിക്കുന്നവർക്ക് സയൻറ്റിഫിക്കലി പ്രൂവണായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഓരോ അഭ്യാസത്തിനും ഓരോ പ്രവൃത്തികളിലും ആചാരങ്ങളിലും എന്തൊക്കെയാണോ യോഗിക് പാത്വേയിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ എല്ലാം സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അവർക്ക് കണ്ടെത്തി എടുക്കാനാകും ജ്ഞാനയോഗ പരിശീലിക്കുന്നവർക്ക്. സോ ഇത്തരത്തിൽ ഓം എന്ന് പറയുന്ന പ്രണവമന്ത്രം, അതായത് ഇത് യൂണിവേഴ്സൽ മന്ത്ര എന്നാണ് അറിയപ്പെടുന്നത്. ഓമിൻ്റെ എഫക്റ്റ്, നമ്മൾ ഈ ഒരു ഓംകാരം ചൊല്ലുമ്പോൾ എന്താണ് എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്, മൈൻഡിനുണ്ടാവുന്നത്, നമ്മുടെ പ്രാണിക് എനർജി ലെവലിലുണ്ടാവുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലനേഷനിലൂടെ, സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലൂടെയാണ് ജ്ഞാനയോഗികൾ മനസ്സിലാക്കിയെടുക്കുന്നത്. സാഖ്യയോഗ ഫിലോസഫിയെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ജ്ഞാനയോഗയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സോ മെൻ്റൽ നോളജിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ആണ് ഈ പ്രപഞ്ചമെന്നും അത് സൃഷ്ടിച്ച അതിൻ്റെ സൃഷ്ടാവായ പരമാത്മാവെന്നും പതഞ്ജലി മഹർഷി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി അടുത്തത് രാജയോഗേനെ പതഞ്ജല യോഗ എന്നും പറയുന്നു. സോ മഹർഷി പതഞ്ജലി എംഫസൈസ് ചെയ്തിട്ടുള്ളത് അഷ്ടാംഗ യോഗയാണ്. അതാണ് രാജയോഗയിൽ വരുന്നത്. ഇത്തരം 8 സ്റ്റെപ്പുകളിലൂടെ പോകുമ്പോഴാണ് നമ്മൾ അവസാനത്തിൽ യോഗയെ അറിയുന്നത്, യോഗയിൽ എത്തിച്ചേരുന്നത്. സോ ഏതൊരുവനാണോ നല്ല വിൽ പവർ ഉള്ളത് അയാൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാതയാണ് രാജയോഗ പാത. ഈ 8 സ്റ്റെപ്പുകളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ യോഗ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നതാണിത്. സോ ഈ രാജയോഗ തന്നെയാണ് പതഞ്ജലി മഹർഷി പറഞ്ഞ യോഗയുടെ സെൻട്രൽ തീമായിട്ട് വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് രാജയോഗയാണ്. അഷ്ടാംഗ യോഗ എന്നും ഇതിനെ പറയപ്പെടുന്നു. സോ ഇതിലെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫോക്കസിങ് ആൻഡ് കൺട്രോളിങ് ദ മൈൻഡ് ആൻഡ് അച്ചീവിങ് മെൻ്റൽ ഡിസിപ്ലിൻ. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൽ എത്തണം എങ്കിൽ, ചിത്തവൃത്തികളൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം പറയുന്ന യോഗയാണ് പതഞ്ജല യോഗ, രാജയോഗ അല്ലെങ്കിൽ അഷ്ടാംഗ യോഗ.
ഇനി കർമ്മയോഗയെ പറ്റി പറയുമ്പോൾ ആക്റ്റീവായിട്ട് കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പാത്വേ ആണ് കർമ്മയോഗ. ഈ കർമ്മയോഗ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് എംഫസൈസ് ചെയ്തിട്ടുണ്ട്. പതഞ്ജലി മഹർഷിയും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഭഗവത്ഗീതയിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നമ്മൾ കർമ്മയോഗ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ അഭ്യാസവും വൈരാഗ്യവും നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട് എന്ന് പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്. അഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ക്രിയ അല്ലെങ്കിൽ പ്രവൃത്തി. സോ അത് വൈരാഗ്യത്തോടെ ഉള്ളതായിരിക്കണം. രാഗ മീൻസ് അറ്റാച്ച്മെൻറ്റ്, വൈരാഗ്യ മീൻസ് നോൺ അറ്റാച്ച്മെൻറ്റ്. സോ റിസൾട്ടിൽ നിന്നുള്ള അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അതിനെയാണ് കർമ്മയോഗ എന്ന് പറയുന്നത്. അതേസമയം ഭഗവത്ഗീതയിൽ കർമ്മണ്യവാധികാരസ്ഥെ മാ ഫലേഷു കഥാഞ്ജന എന്ന് പറയുന്നുണ്ട്. നീ നിൻ്റെ റിസൾട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഉള്ള പ്രവൃത്തി ചെയ്യുക, എങ്കിൽ നീ ചെയ്യുന്നത് യോഗയാണ്. ഈ 4 പാത്വേസും പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡും കൂടിയാണ്. ഭക്തിയോഗ നന്നായി പരിശീലിക്കുന്ന ആൾ അവസാനത്തിൽ എത്തിച്ചേരുന്നത് രാജയോഗയിൽ തന്നെയാണ്. ഭക്തിയോഗ പരിശീലിക്കുന്ന ഒരാൾക്ക് ഏറ്റവും നന്നായിട്ട് രാജയോഗയിലേക്ക് കടക്കാൻ കഴിയും. ജ്ഞാനയോഗ പരിശീലിക്കുന്ന ഒരാൾക്കും ഏറ്റവും നല്ല പെർഫെക്ഷൻ രാജയോഗയിൽ കൊണ്ടുവരുത്താൻ കഴിയും. സോ ഏത് പാത്വേ നിങ്ങൾ തിരഞ്ഞെടുത്താലും അറ്റ് ലാസ്റ്റ് നിങ്ങൾ എത്തിച്ചേരുന്നത് എല്ലാ പാത്വേയുടെ എൻഡായിട്ടുള്ള യോഗയിൽ തന്നെയായിരിക്കും. സോ എല്ലാ പാത്വേസും നൽകുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. സോ ഒരു കുന്നിന് മുകളിൽ അല്ലെങ്കിൽ മലയുടെ മുകളിലാണ് യോഗ ഇരിക്കുന്നതെങ്കിൽ ആ ഒരു മലയുടെ മുകളിലേക്ക് എത്തിച്ചേരാൻ പല വഴികളുണ്ടാവും. അങ്ങനെ തന്നെയാണ് ഈ പാത്വേസും പറഞ്ഞിരിക്കുന്നത്, ഓരോ റിലീജിയനും പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം 4 യോഗ പാത്വേസ് അല്ലെങ്കിൽ സ്കൂൾസ് പറയുന്നുണ്ടെങ്കിലും എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ളത് ഈ 2 കീ പോയിൻറ്റ്സ് ആണ്: അഭ്യാസവും വൈരാഗ്യവും. പ്രാക്ടീസ് ചെയ്യുക, നോൺ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് ജ്ഞാനയോഗയെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള രീതിയിൽ പരിശോധിക്കാം. പാത്ത് ഓഫ് ഇൻ്റലക്റ്റ് ആൻഡ് വിസ്ഡം എന്നാണ് ജ്ഞാനയോഗയെ പറയുന്നത്. ഇത് മെയിനായിട്ടും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ അനലിറ്റിക്കൽ പവറിനെയും അനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് ഈ ഒരു പാത്വേ ഉള്ളത്. സോ ഈ ഒരു പാത്വേയിലൂടെ പോകുന്ന ഒരാൾ ക്യൂരിയസ് ആയിരിക്കും. ആ ഒരു ക്യൂരിയോസിറ്റിന്മേൽ അവൻ താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എന്തിനാണ് താനിത് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ എല്ലാ കർമ്മങ്ങളെയും കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതാണ്. ജ്ഞാനയോഗിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേച്ചർ ഓഫ് റിയാലിറ്റി എന്താണ്, സത്യം എന്താണ് എന്ന് അന്വേഷിക്കുന്നവനാണ് ഈ ഒരു പാത്വേ തിരഞ്ഞെടുക്കാവുന്നത്. സോ സെൽഫ് റിയലൈസേഷനുള്ള വഴിയാണ് ജ്ഞാനയോഗ ഒരുക്കുന്നത്. ഇതിനായി നമുക്ക് 3 സ്റ്റെപ്പുകളാണ് പറയുന്നത്: ശ്രവണം, മനനം, നിരിധ്യാസനം. ശ്രവണം എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ആണ്. നമ്മൾ കേട്ട് മനസ്സിലാക്കുക, ആപ്തവചനങ്ങൾ കേട്ട് മനസ്സിലാക്കുക. ആപ്തവചനം എന്ന് പറയുന്നത്, ആപ്തൻ എന്ന് പറയുന്ന വ്യക്തി കളങ്കങ്ങളിൽ നിന്ന് വിമുക്തനായിരിക്കും. അദ്ദേഹം പറയുന്നത് ആപ്തവാക്യങ്ങളായിരിക്കും, കളങ്കമില്ലാത്ത ട്രൂത്ത് ആയിരിക്കും പറയുന്നുണ്ടാവുക. അത്തരത്തിലുള്ള ആത്മവചനങ്ങളിലേക്ക്, ആപ്തമായിട്ടുള്ള വചനങ്ങളിലേക്ക് നമ്മൾ ചെവി കൊടുക്കുക, അത് ശ്രദ്ധിക്കുക, അത് പഠിക്കുക. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് കമ്പൈലേഷൻ ഒരു പ്രോസസ്സായിട്ട് ജ്ഞാനയോഗയ്ക്ക് എടുക്കാവുന്നതാണ്. ഒരുപാട് സോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്, ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, ടെക്സ്റ്റ് ബുക്കുകൾ ഒരുപാട് അവൈലബിൾ ആണ്. ഇതിലെല്ലാം നിന്നും ഓതറൈസ്ഡ് ആയിട്ടുള്ള ആപ്തവചനങ്ങളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് മനസ്സിലാക്കി പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കമ്പൈലേഷൻ ചെയ്യുമ്പോൾ 2ൽ കൂടുതൽ പുസ്തകങ്ങൾ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ഏതിലൊക്കെയാണ് കോമൺ ആയിട്ട് പറയുന്നത്, അതിൽ ഏറ്റവും ഓതൻറ്റിസിറ്റി ഉള്ള ജ്ഞാനമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. മനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണോ അതിനെ റീകോൾ ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക. കേൾക്കുന്നത് അതേപടി വിശ്വസിക്കുന്നവനായിരിക്കില്ല ഒരു ജ്ഞാനയോഗി. അതേസമയം താൻ കേട്ട കാര്യം അത് വീണ്ടും പരിശോധിച്ച് വീണ്ടും ഓർത്തെടുത്ത് അതിൽ എന്തൊക്കെയാണ് പറയുന്നത് അതിൻ്റെ മുക്കും മൂലയും പരിശോധിച്ച് അനലൈസ് ചെയ്യുന്ന പഠിക്കുന്നവനായിരിക്കും ഒരു ജ്ഞാനയോഗി. അപ്പോൾ അവൻ അതിൻ്റെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ടാണ് പോകുന്നത്. റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ജ്ഞാനയോഗിയെ സംബന്ധിച്ചോളം അനായാസകരമായിട്ടുള്ളൊരു പ്രവൃത്തിയായിരിക്കും. ഈ നിധിധ്യാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ച കാര്യം എന്താണോ അതിലേക്ക് മെഡിറ്റേറ്റ് ചെയ്യുക. എന്ത് ഗുരുക്കൾ ഏത് പുസ്തകം വായിച്ചാലും ഏത് സോഴ്സിൽ നിന്ന് നമുക്ക് അറിവ് കിട്ടിയിരുന്നാലും നമ്മൾ അതിൽ നിന്നെല്ലാം
വാല്യൂ കൊടുക്കേണ്ടത് നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് പറയുന്ന ആ ഒരു നോളജിനെയാണ്. സോ അത് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. സോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് കാര്യങ്ങൾ പറയുകയാണ്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. അത്തരത്തിൽ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും പ്യുവറായിട്ടുള്ള നോളജ് നമുക്ക് പ്രാപ്തമാകുന്നത്. സോ ഇത്തരത്തിൽ ശ്രവണം, മനനം, നിധിധ്യാസനം എന്നീ സ്റ്റെപ്പുകളോട് പോകുന്നതാണ് ഒരു ജ്ഞാനയോഗിയുടെ പാത്വേ. സോ ഒരു ജ്ഞാനയോഗി എപ്പോഴും എന്താണ് ഹാപ്പിനെസ്സിൻ്റെ സ്വഭാവം, അതിൻ്റെ ഫിലോസഫി എന്താണ്, ഇത്തരത്തിലുള്ള ചിന്തകൾ എന്താണ്, ദൈവത്തിൻ്റെ ഉറവിടം, ഇത്തരത്തിലുള്ള ചിന്തകളും ഉദ്ദേശ ലക്ഷ്യവും ഒക്കെ ഒരു ജ്ഞാനയോഗിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇൻ്റലക്ച്വലി ഷാർപ്പായിട്ടുള്ള റാഷണൽ അനാലിസിസ് ചെയ്യാറുള്ള ആൾക്കാരാണ് ഈ ഒരു പാത്വേ തിരഞ്ഞെടുക്കേണ്ടത്. സോ ലോജിക്കൽ റീസണിങ് ആണ് ഇതിൻ്റെ ബേസ്. ഇത് ഇൻ്റലക്ച്വൽ പെർസ്യൂട്ടായിട്ടുള്ള ആൾക്കാരാണ് ഇത്തരം പാത്വേയിലേക്ക്, ജ്ഞാനയോഗ പാത്വേയിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി ഡീപ്പ് മെഡിറ്റേഷനാണ് ഇതിൻ്റെ സാധന. നമ്മൾ ചെയ്യേണ്ട അഭ്യാസം അല്ലെങ്കിൽ സാധന എന്ന് പറയുന്നത്, പ്രാക്ടീസ് ചെയ്യേണ്ടത് ഡീപ്പ് മെഡിറ്റേഷനാണ്. ആ ഡീപ്പ് മെഡിറ്റേഷനിലൂടെയാണ് നമുക്കെപ്പോഴും ട്രൂത്ത് ലഭ്യമാവുന്നത്. സോ എ പാത്ത് ഓഫ് ഇൻ്റലക്ച്വൽ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡീപ്പ് മെഡിറ്റേഷനാണ് ജ്ഞാനയോഗ എന്ന് പറയുന്നത്. ത്രൂ ശ്രവണ, മനന ആൻഡ് നിധിധ്യാസന. അങ്ങനെ വരുമ്പോൾ പ്രാക്ടീഷണേഴ്സ് നമ്മുടെ സെൽഫ് റിയലൈസേഷനിലേക്കും നമ്മുടെ ട്രൂ നേച്ചർ എന്നുള്ളതിലേക്കും ആണ് സഞ്ചരിക്കുന്നത്. സോ ഇറ്റ്സ് പ്രൊവൈഡ് എ പ്രൊഫൗണ്ട് ആൻഡ് സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു സെൽഫ് റിയലൈസേഷൻ ഫോർ ദോസ് പാഷനേറ്റ് ആൻഡ് ഫിലോസഫിക്കൽ ഇൻക്വയറി ആൻഡ് ഇൻ്റലക്ച്വൽ എക്സ്പ്ലോറേഷൻ. ഇതാണ് ജ്ഞാനയോഗ. ഇനി നമുക്ക് ഭക്തിയോഗയെ പരിചയപ്പെടാം. ഭക്തിയിൽ ഭഗ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഭക്തി എന്ന് പറയുന്ന ഒരു വാക്ക് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. സോ എറ്റിമോളജി ബജ് ആണ്. ബജ് എന്ന് പറഞ്ഞാൽ ടു പാർട്ടിസിപ്പേറ്റ് എന്നാണ് അർത്ഥം. സോ ഇത് സിഗ്നിഫൈ ചെയ്യുന്നത് ഡിവോഷനും ലവിങ് അറ്റാച്ച്മെൻറ്റുമാണ്. പരമാത്മാവിനോടുള്ള ഡിവോഷനും ലവിങ് അറ്റാച്ച്മെൻറ്റുമാണ്. സോ നമ്മൾ ഇത്തരം ഭക്തിയോഗിയിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സറണ്ടർ ചെയ്യുന്ന ആളായിരിക്കണം, ഡിവോഷൻ ഉണ്ടായിരിക്കണം, ഒരു സർവീസ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം, വോർഷിപ്പിംഗ് ചെയ്യുന്ന മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം, ഒരു മിസ്റ്റിക്കൽ യൂണിയൻ ഫീൽ ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് ഭക്തിയോഗയിൽ നമുക്ക് വന്നു ചേരേണ്ടത്. സോ നമ്മൾ തന്നെ ഡിവൈൻ എനർജിയിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിലേക്ക് സറണ്ടർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്കൊരു സ്നേഹവും പ്രേമവും ഒരു ഭക്തിയും ഒക്കെ ഉടലെടുക്കുന്നതാണ്. സോ അത്തരം ഭക്തിയിലും ആ ഒരു സ്നേഹത്തിലും നമ്മൾ ഒരു സേവനം എന്നുള്ള ഒരു രീതിയിൽ ലയിക്കേണ്ടത് നിർബന്ധമാണ് ഭക്തിയോഗിയിൽ. സോ ആ ഒരു ലയനം എന്ന് പറയുന്നത് ഔട്ട്കം പ്രതീക്ഷിച്ചുകൊണ്ട് ഉള്ളതാവരുത്. സോ അതൊരു സെൽഫ്ലെസ് ആക്ഷൻ ആയിരിക്കണം അത്തരത്തിലുള്ള സർവീസ്. അങ്ങനെ നമ്മൾ ആ ഒരു റിച്വൽ പ്രാക്ടീസിലേക്കും ആ ഡിവൈൻ വോർഷിപ്പിലേക്കും എപ്പോഴാണോ മുഴുകുന്നത് അപ്പോഴാണ് നമ്മൾ ഭക്തിയോഗയിലേക്ക് കടക്കുന്നത്. സോ ആ ഒരു തരത്തിൽ ഭക്തിയോഗയിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് മിസ്റ്റിക്കലായിട്ടുള്ളൊരു യൂണിയൻ നമ്മുടെ പരമാത്മാവുമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലതരം റിലീജിയനും പലതരം ഭക്തികളും കാണാറുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭക്തി യോഗ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഇത്തരം ഭക്തി യൂണിവേഴ്സൽ ആയിട്ടുള്ള ടൈംലെസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കണം. കാസ്റ്റോ നമ്മുടെ ക്രീഡോ അല്ലെങ്കിൽ നമ്മുടെ റിലീജിയനോ ഒന്നും ഇതിനെ ബാധിക്കാൻ പാടുള്ളതല്ല. ശരിക്കും നമ്മൾ പുറത്തേക്കുള്ള ദൈവത്തിനേക്കാൾ ഉള്ളിലേക്കുള്ള ദൈവത്തിലേക്ക് ഒരു നോട്ടം നമുക്ക് ഈ ഒരു ഭക്തിയോഗയിലൂടെ ഉണ്ടാകും. ഉള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവമുണ്ടെന്നും മറ്റെല്ലാവരുടെ ഉള്ളിലും ദൈവത്തിൻ്റെ അംശമുണ്ടെന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ ഓരോ ആത്മാവും ഓരോ മനുഷ്യനിലും ഓരോ ജീവജാലങ്ങളിലും ദൈവമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ആ ഒരു ഭക്തിയോഗയിൽ ഏർപ്പെടുന്ന ആൾക്ക് റെസ്പെക്റ്റ്, ലവിങ് ഇങ്ങനെയുള്ള നേച്ചറൊക്കെ വന്നു ചേരുന്നതാണ്. സോ ഇത്തരത്തിൽ ഒരു മതമോ അല്ലെങ്കിൽ ജാതിയോ ഒന്നും അതിനപ്പുറമാണ് ഭക്തി, അതിനപ്പുറമാണ് ആ സ്നേഹം എന്നുള്ള കാര്യം ഒരു ഭക്തിയോഗിക്ക് മനസ്സിലാവുന്നതാണ്. ഭക്തിയോഗ വഴി വണ്ണസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിത്തരും. അതെങ്ങനെയാണ്? എല്ലാവരുടെ ഉള്ളിലും ഉള്ളത് ജീവാത്മാവാണ്.
അവയെല്ലാം തന്നെ പരമാത്മാവിൻ്റെ ഒരു അംശവുമാണ്. അപ്പോൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള ചിന്ത യഥാർത്ഥ ഭക്തിയോഗിക്ക് വന്നു ചേരുന്നതാണ്. കൂടാതെ നമുക്ക് ജലസി, ദേഷ്യം, ആരോടും ഒരു ദേഷ്യം ഉണ്ടാകാതിരിക്കുക, ആരോടും ഒരു ജലസി ഉണ്ടാകാതിരിക്കുക, ഈഗോയിസം കുറയുക, അഹങ്കാരം കുറയുക, അങ്ങനെ പല കാര്യങ്ങളും ഒരു ഭക്തിയോഗിക്ക് വന്നു ചേരുന്നതാണ്. സോ ഒരു ഭക്തിയോഗി ജലസിയിൽ നിന്നും, ഹേറ്റഡിൽ നിന്നും, ലസ്റ്റ്, ആങ്കർ, ഈഗോയിസം, പ്രൈഡ്, അരഗൻസ് ഇവയിൽ നിന്നെല്ലാം മുക്തമായിരിക്കും. എന്തൊക്കെയാണ് ഭക്തിയോഗിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ? ഒന്ന്, ഇമോഷണൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും. നമ്മൾ ഇമോഷണലി വളരെയധികം ഇൻ്റലക്ച്വലായിട്ട് മാറും. ഇമോഷണൽ ഇൻ്റലിജൻറ്റ് ഇന്ന് IQ-നേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് EQ എന്ന് പറയുന്നത്, ഇമോഷണൽ കോഷ്യൻ്റ്. സോ അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ബാലൻസും ഇമോഷണൽ ഇൻ്റലക്ച്വൽ പവറും നമുക്ക് വന്നു ചേരുന്നതാണ്. പിന്നെയുള്ളത് മെൻ്റൽ ലിബറേഷൻ. റിലീജിയസ് പ്രവർത്തികളിൽ ഏർപ്പെടുന്ന പലതരത്തിലുള്ള റിലീജിയസ് പ്രവർത്തികളിൽ അല്ലെങ്കിൽ റിലീജിയനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും കണ്ടുവരുന്ന കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള അവസ്ഥ. താൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരി, തനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ മതം പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ എടുക്കുന്ന ആ ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആക്ച്വലി ഉള്ള ഭക്തിയോഗ അല്ല. അപ്പോൾ ആക്ച്വലിയുള്ള ഭക്തിയോഗിയിൽ അത്തരത്തിലുള്ളൊരു കണ്ടീഷൻഡ് ആയിട്ടുള്ളൊരവസ്ഥ വന്നു ചേരുകയില്ല. അതേസമയം ഫ്ലെക്സിബിളും മറ്റ് എല്ലാവരെയും, ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും നമ്മളെല്ലാവരും തുല്യരാണ് എന്നുള്ളൊരു അക്സെപ്റ്റൻസ് വന്നു ചേരും ഒരു ഭക്തിയോഗിക്ക്. അതോടൊപ്പം നമുക്ക് മെൻ്റൽ ലിബറേഷൻസ്, നമുക്ക് വെറീസും ആങ്സൈറ്റീസ്, ഡിപ്രഷൻ ഇത്തരത്തിലുള്ള മെൻ്റൽ വെറീസിൽ നിന്നെല്ലാം നമ്മൾ വളരെയധികം മുക്തരായിരിക്കും. പിന്നെ നമുക്ക് വന്നു ചേരുന്നത് സ്പിരിച്വൽ ഫ്രീഡമാണ്. എന്താണ് സ്പിരിച്വൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഹിന്ദു ഫിലോസഫി അനുസരിച്ച് ഈ ഒരു ലോകത്ത് ജനിക്കുന്നതും മരിക്കുന്നതും അതൊരു സൈക്കിളാണ്. ആ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ജീവിക്കുന്നു, മരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളിൽ നിന്ന് മോചനം നേടാനായിട്ട് നമുക്ക് ഈ ഒരു ഭക്തിയോഗ അല്ലെങ്കിൽ ഏത് യോഗ പ്രാക്ടീസ് ആയാലും മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് ഈ ഒരു സങ്കടം നിറഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു സങ്കടങ്ങൾ നിറഞ്ഞ ഈ ഒരു കാലയളവ് അല്ലെങ്കിൽ ഈ ഒരു സൈക്കിൾ, ഇതിൽ നിന്ന് മോചനം നേടുക എന്നതാണ് മോക്ഷപ്രാപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മോക്ഷപ്രാപ്തി നേടുമ്പോൾ, പരമാത്മാവിലേക്ക് ലയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് അൾട്ടിമേറ്റ് ബ്ലിസ്ഫുൾ എന്ന് പറയുന്ന പരമാനന്ദമാണ്. അങ്ങനെ ഇത്തരത്തിൽ എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള പീസ്, ബ്ലിസ് ആൻഡ് നോളജ് നമുക്ക് വന്നു ചേരുന്നത് ഈ യോഗ പ്രാക്ടീസിലൂടെയാണ്. ഇന്ത്യൻ ഫിലോസഫിയിൽ ഭക്തി യോഗയ്ക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത്. ഈ ഒരു ഭക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ ട്രഡീഷനിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ റെഫറൻസ് എല്ലാം നാരദ ഭക്തി സൂത്ര എന്ന് പറയുന്ന ഒരു ട്രീറ്റീസിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു ഡിവൈൻ ലവ് അല്ലെങ്കിൽ ഈ പ്രേമ എന്ന് പറയുന്നത്, അതിൻ്റെ എക്സ്പ്ലോറേഷൻ എല്ലാം നമുക്ക് ഈ ഒരു നാരദ ഭക്തി സൂത്രത്തിൽ കാണാൻ കഴിയും. ഈ ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്ന 9 തരത്തിലുള്ള നവവിധ ഭക്തിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇത്തരത്തിലാണ് 9 വിധത്തിലുള്ള ഭക്തി പറയുന്നത്. ശ്രവണം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള കേൾക്കുന്നതാണ്. അതിനെ പറ്റിയുള്ളത് ശ്രവിക്കുന്നതിനെയാണ് ശ്രവണം എന്ന് പറയുന്നത്. കീർത്തനം എന്ന് പറയുന്നത് സ്തോത്രങ്ങൾ, മന്ത്രങ്ങൾ ഇവയെല്ലാം ചാൻറ്റ് ചെയ്യുന്നതും അവയിലേക്ക് ലയിക്കുന്നതുമാണ് കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഇൻവൊക്കേഷനാണ്, അതായത് നമ്മുടെ ഇഷ്ടദേവത ഈശ്വരനെക്കുറിച്ചുള്ള ഗുണഗണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കീർത്തനം പാടുന്നതിനെയാണ് കീർത്തനം എന്ന് പറയുന്നത്. ഇനി സ്മരണം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന എനർജീനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവത്തിനെ, പരമാത്മാവിൻ്റെ ഒരു മന്ത്രത്തിനെ എപ്പോഴും ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനെ സ്മരണം എന്ന് പറയാം. നമ്മളിപ്പോൾ ആ ഒരു മന്ത്ര ഉച്ചാരണം എപ്പോഴും നടത്തുമ്പോൾ, അങ്ങനെ ഒരു ഉപാസനം സ്വീകരിക്കുമ്പോൾ നമ്മളെപ്പോഴും സദാസമയവും ആ ഒരു ദൈവത്തിനെ സ്മരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിനെയാണ് സ്മരണം എന്ന് പറയുന്നത്. ഇനി പാദസേവനം എന്തെന്നാൽ
പാദസേവനം നമുക്ക് ഇന്നത്തെ കാലത്ത് അമ്പലങ്ങളിൽ ചെയ്യുന്ന പാദസേവനം നമുക്കതായി കണക്ക് കൂട്ടാം. സെർവിങ് ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ദി ലോഡ്, അതാണ് പാദസേവനം എന്ന് പറയുന്നത്. ഇനി അർച്ചനവും ഇതുപോലെ അമ്പലങ്ങളിൽ നമ്മൾ ചെയ്തു വരുന്നതാണ്. വോർഷിപ്പിംഗ് ദ ലോഡ്, അർച്ചനം ചെയ്യുക എന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി വന്ദനം എന്ന് പറയുന്നത് പ്രെയർ. നമ്മൾ കൈകൂപ്പി ഒരു മെഡിറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ദൈവത്തോട് പ്രേ ചെയ്യുന്നതിനെയാണ് വന്ദനം എന്ന് പറയുന്നത്. ദാസ്യഭക്തി എന്താണെന്ന് നമുക്ക് നോക്കാം. ബിക്കമിങ് എ സെർവൻറ്റ് ടു ദി ലോഡ്, അതായത് ദൈവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരു സേവന രീതിയിൽ, ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ കൂടുതലും സേവനങ്ങൾ ചെയ്യുന്നത് ഒരു ദാസ്യഭക്തിയാണെന്ന് നമുക്ക് പറയാം. ഹനുമാനെയാണ് ദാസ്യഭക്തിക്ക് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. ഇനി സഖ്യഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരു ഫ്രണ്ടായിട്ട് കാണുക, ഒരു കൂട്ടുകാരനെ പോലെയാണ് പരമാത്മാവ് എന്നുള്ള രീതിയിൽ മനസ്സിൽ കാണുന്ന അത്തരം മനോഭാവത്തിനെയാണ് സഖ്യഭക്തി എന്ന് പറയുന്നത്. കൺസിഡർ ലോഡ് ടു ബി ദി ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ നമ്മൾ വരുമ്പോൾ സൈക്കോളജിക്കലി നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരാളോട് പറഞ്ഞ്, ഈ കുംഭസാരം എന്നുള്ള രീതിയിൽ നമുക്ക് ആ റിലീജിയസ് പ്രാക്ടീസ് ക്രിസ്ത്യാനിറ്റിയിൽ കാണുന്നതും ഇത്തരത്തിലുള്ളൊരു സഖ്യഭക്തിയുടെ ഒരു ഭാഗമായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം കളങ്കമില്ലാതെ നമ്മുടെ മൈൻഡിനും അതുവഴി നമ്മുടെ ബോഡിക്കും ഒരു സ്ട്രെസ് റിലീവ് കൊടുക്കുന്നതാണ് സഖ്യഭക്തി എന്ന് പറയുന്നത്. ഇനി നിവേദനം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സറണ്ടറിങ് ചെയ്യുന്നതിനെയാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്. തന്നെ മൊത്തത്തിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിനെയാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കർമ്മയോഗയിലേക്ക് കടക്കാം. ഭഗവത്ഗീതയിൽ കുറച്ച് കാര്യങ്ങൾ കർമ്മയോഗീനെ പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം കർമ്മണ്യ വാധികാരസ്തെ മാ ഫലേഷു കഥാഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് റൂളായിട്ട് പറയുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് വർക്ക് വിത്ത് എ സെൻസ് ഓഫ് ഡ്യൂട്ടി. നമ്മൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ റെസ്പോൺസിബിളായിട്ട് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ നിന്നുള്ള പേഴ്സണൽ ഗെയിനെ ആഗ്രഹിക്കാതെ ചെയ്യുക. ഓക്കെ, അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ മൈൻഡ് സെറ്റ് നല്ല ഫോക്കസ് ആവും. നമ്മുടെ മൈൻഡിനുണ്ടാകുന്ന കോൺസെൻട്രേഷൻ, നമ്മളെ റെസ്പോൺസിബിലിറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിയും. ഇനി പറയുന്നത് വർക്ക് വിത്തൗട്ട് ഇൻറ്റൻസ് അറ്റാച്ച്മെൻറ്റ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് റിസൾട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കൊടുക്കേണ്ട ആ 100% കുറവ് മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. സോ ആ ഒരു അറ്റാച്ച്മെൻറ്റ് റിസൾട്ടിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 100% കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഫോക്കസ്ഡ് ഓൺ അറ്റൻഷൻ ബട്ട് അവോയ്ഡ് ബിക്കമിങ് ഇമോഷണലി അറ്റാച്ച്ഡ് ടു ദി ഔട്ട്കം. അതാണ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെൻസ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്, അതിൽ നിന്നുണ്ടാകുന്ന ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് നമുക്ക് മറികടക്കാൻ പറ്റും. അങ്ങനെ സക്സസ് ആണോ ഫെയിലിയർ ആണോ വരുന്നതെങ്കിലും ഏതൊന്ന് വന്നാലും അതിൽ സമത്വമായി നിൽക്കണം എന്ന് പറയുന്നതിനെ നമുക്ക് പാലിക്കാൻ കഴിയും. അതായത് ശ്രീകൃഷ്ണൻ പറയുന്ന മറ്റൊരു ഡെഫിനിഷനാണ് സമത്വം യോഗ ഉച്യതേ. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നിന്നുള്ള ഫലം എന്തിരുന്നാലും അതിപ്പോൾ ഫെയിലിയർ ആയിക്കോട്ടെ സക്സസ് ആയിക്കോട്ടെ രണ്ടിനെയും സമമായിട്ട് കാണാനുള്ള ഒരു മനസ്ഥിതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കർമ്മയോഗിയാണ്. നെക്സ്റ്റ്, അവോയ്ഡ് ആങ്സൈറ്റീസ് അബൌട്ട് ദ റിസൾട്ട്. ചിലർ ഒരുപാട് ആങ്ഷ്യസ് ആയിട്ടായിരിക്കും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടാവുക. ഇതിൽ നിന്ന് എന്തായിരിക്കും ഉണ്ടാവുക, ഇതിപ്പോൾ നടന്നില്ലെങ്കിൽ, ഇത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ എന്താവും, ഇതിൻ്റെ അപ്പുറം എന്തായിരിക്കും, അത്തരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന ഒരു പ്രസൻസ് ഒരിക്കലും ഫീൽ ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്നതാണ് ഒരു യോഗിയുടെ പ്രത്യേകത. ഒരാളൊരു യോഗിയാണെങ്കിൽ അവർക്ക് ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന ആ പ്രസൻറ്റ് മൂമെൻറ്റിൽ നിൽക്കാനുള്ളൊരു കഴിവുണ്ടാകും. സോ അത്തരത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആങ്സൈറ്റി വരികയില്ല, നമുക്ക് സ്ട്രെസ് ആവുകയില്ല. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. സോ ഇത്തരത്തിൽ ആങ്സൈറ്റി ഒഴിവാക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഉള്ളിലേക്കുള്ള ആ ഒരു സമാധാനത്തോടെ വർക്ക് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു ഗുണം തന്നെയാണ്. സോ എന്ത് ചെയ്താലും റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാനുള്ള കഴിവാണ് ഒരു കർമ്മയോഗിക്ക് വേണ്ടത്.
സോ ഇത്തരത്തിൽ കർമ്മയോഗ പരിശീലിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് നല്ലൊരു സെൻസ് ഓഫ് ബ്ലിസ്, അതായത് ആനന്ദത്തിനെ അറിയാൻ കഴിയും എന്നതാണ്. നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിനെ നമുക്ക് ആ ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് വളരെയധികം മനസ്സറിഞ്ഞ് ചെയ്യാനും അത് ആനന്ദത്തിലെടുക്കാൻ, അത് ആനന്ദപരമായി എന്ത് ചെയ്യുന്നോ അത് സ്നേഹത്തോടെ ചെയ്യണം എന്ന് പറയും. ലവ് വാട്ട് യു ഡു ആൻഡ് ഡു വാട്ട് യു ലവ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു എസെൻസാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നന്നായിട്ട് നമ്മുടെ കയ്യിൽ നിന്നുള്ള നമുക്ക് എന്തൊക്കെയാണോ സ്കില്ലുള്ളത് അത് എഫക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു വർക്കിലേക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇത്തരത്തിൽ പ്രസൻസ് ഓഫ് മൈൻഡുള്ളവർക്ക് മാത്രമേ നീതിപരമായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് നമ്മുടെ റിലേഷൻഷിപ്പും കമ്മ്യൂണിക്കേഷനും ഒക്കെ നന്നായിട്ടിരിക്കുള്ളൂ. ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും എല്ലാം ഇത്തരത്തിൽ കർമ്മയോഗ പരിശീലിക്കുന്നതിനോട് കൂടി നമുക്ക് കിട്ടും. ഇന്നത്തെ കാലത്ത് വർക്ക് ലൈഫ് ബാലൻസാണ് ആർക്കും ഇല്ലാത്തത്. സോ ഈ ഒരു കർമ്മയോഗ ചെയ്യുന്നതോടൊപ്പം നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ജീവിതത്തിൽ വരും. അത്തരത്തിൽ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പുകളെയും നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ കഴിയുമെന്നതാണ്. നല്ല രീതിയിൽ ചിന്തിക്കാനും ബുദ്ധി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സ്ട്രെസ് റെഡ്യൂസ് ആവുന്നതാണ്. ഓവറോൾ വെൽബീയിങ് നന്നായിട്ട് തന്നെ ഇരിക്കും. രാജയോഗ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം വിൽ പവർ കൊണ്ടുള്ള ഒരു പാത്വേ, അതായത് വിൽ പവർ ഉള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പാത്വേ ആണ് രാജയോഗ. ഇതാണ് പതഞ്ജലി യോഗ എന്നും അഷ്ടാംഗ യോഗ എന്നും അറിയപ്പെടുന്നത്. സോ ഇത്തരത്തിൽ ഞാനിത് ചെയ്യും അല്ലെങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പുള്ള ഒരു ഗട്ട്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിക്കുന്ന അത്തരത്തിൽ ധൈര്യശാലിയായിട്ടുള്ള ചെയ്യാൻ പറ്റുമെന്നുള്ള ദൃഢനിശ്ചയം എടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന യോഗയാണ് രാജയോഗ പാത്വേ. സോ ഇത്തരത്തിൽ രാജയോഗ പരിശീലിക്കുന്നതോടൊപ്പം സെൽഫ് റിയലൈസേഷൻ വരും. നമുക്ക് എന്ത് ചലഞ്ചുകൾ മുന്നിൽ വന്നു കഴിഞ്ഞാലും അതെല്ലാം അനായാസം ആ ഒരു ചലഞ്ചിനെ നമുക്ക് നേരിടാൻ വേണ്ടി കഴിയും. അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് രൂപപ്പെടും. സോ എന്ത് ചലഞ്ചായിരുന്നാലും ആ ഒരു കാം മൈൻഡ് സെറ്റിൽ തന്നെ ചലഞ്ചിനൊരു കൂട്ടുകാരനായിട്ട് കണ്ടുകൊണ്ട് തന്നെ അതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്നും ഇതെല്ലാം ഞാനൊരു സാക്ഷിയായി കാണുകയാണെന്നും എന്നുള്ള മനോഭാവത്തിൽ നമുക്ക് കോപ്പപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഒരു രാജയോഗിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം അനായാസമായിരിക്കും. ഇത്തരത്തിൽ രാജയോഗിയിൽ പറയുന്ന 8 സ്റ്റെപ്പുകൾ, അഷ്ടാംഗ യോഗയിൽ പറയുന്ന 8 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യമ എന്ന് പറഞ്ഞാൽ മോറൽ ഡിസിപ്ലിനാണ്. നമ്മൾ എന്തൊക്കെയാണോ സൊസൈറ്റിയോട് ചെയ്യേണ്ട റൂൾസ്, സൊസൈറ്റിയും നമ്മളും തമ്മിലുള്ള ആ കണക്ഷൻ പ്യുവറായിട്ടിരിക്കാൻ സഹായിക്കുന്ന കുറച്ച് റൂൾസുകളാണ് യമയിൽ പറയുന്നത്. നിയമ പേഴ്സണൽ ഡിസിപ്ലിനാണ്. നമ്മൾ ശൗചമായിട്ടിരിക്കുക, നമുക്ക് വേണ്ടി നമ്മൾ പാലിക്കേണ്ട കുറച്ച് റൂളുകളാണ് നിയമയിൽ പറയുന്നത്. അടുത്ത ഈ യമയും നിയമയും ചെയ്യുന്നതോടൊപ്പം നമുക്ക് മെൻ്റലി ഉള്ള ഒരു പ്രിപ്പറേഷനാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്യാൻ, നമ്മുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആസന പ്രാക്ടീസുകൾ പറയുന്നുണ്ട്. പിന്നെ 4ാമതായിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ബന്ധിപ്പിക്കുന്ന പ്രാണായാമം പ്രാക്ടീസുകൾ പറയുന്നുണ്ട്. അടുത്തത് പറയുന്നത് ഈ പറഞ്ഞ 4 എണ്ണത്തിനെ ബഹിരംഗ യോഗ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ശരീരവും മനസ്സും പ്രിപ്പയർ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള 4 സ്റ്റെപ്പുകളും. ഈ പറഞ്ഞ 4 സ്റ്റെപ്പിനെയും ഇനി പറയാൻ പോകുന്ന അന്തരംഗാസ്, ഉള്ളിൽ നമുക്ക് നടക്കേണ്ട മാറ്റങ്ങളാണ് അന്തരംഗാസിൽ പറയുന്നത്. അപ്പോൾ ഈ 2 അന്തരംഗാസിൻ്റെയും ബഹിരംഗാസിൻ്റെയും ഒരു ബ്രിഡ്ജാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഇത് വിഡ്രോവൽ ഓഫ് സെൻസസ് ആണ് പറയുന്നത്. ഇനി ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷനാണ്. നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു 5 കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു യോഗിക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഏകാഗ്രതമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനുള്ള എബിലിറ്റി നൽകുന്ന അവസ്ഥ. അതാണ് കോൺസെൻട്രേഷൻ. ഇത്തരത്തിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് സമാധി. സമാധി എന്ന് പറയുന്നത് നമ്മൾ മനസ്സും ശരീരവും ആത്മാവും അബ്സോർബ് ആകുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞ് അപ്പുറത്തെ സ്റ്റേറ്റ് നമ്മൾ എത്തുന്നതാണ് യോഗ എന്ന് പറയുന്ന സ്റ്റേറ്റ്.
ഇനി യമ എടുക്കുകയാണെങ്കിൽ 5 തരത്തിലുള്ള യമാസാണ് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത്. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അഹിംസ എന്ന് പറയുന്നത് നോൺ വയലൻസ് ആണ്. കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. മനസ്സ വാച കർമ്മണ ഉപദ്രവിക്കാതിരിക്കുക. മനസ്സുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ ശരീരം കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുന്നതാണ് അഹിംസ എന്ന് പറയുന്നത്. സത്യം എന്ന് പറയുന്നത് ട്രൂത്ത്ഫുൾനെസ് ആണ്. എപ്പോഴും നമ്മൾ ഹോണസ്റ്റ് ആയിട്ടിരിക്കാൻ, നമ്മുടെ മനസ്സാ വാച കർമ്മണ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഹോണസ്റ്റി പാലിക്കുക, അതാണ് സത്യ എന്ന് പറയുന്നത്. ആസ്തേയ എന്ന് പറയുന്നത് നോൺ സ്റ്റീലിംഗ് ആണ്. മറ്റുള്ളവരുടെ ഒരു പ്രോപ്പർട്ടിയോ സ്റ്റഫുകളോ ഒന്നും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക, അത് നമ്മൾ മോഷ്ടിക്കാതിരിക്കുക എന്നതാണ് ആസ്തേയ പറയുന്നത്. ഇനി ബ്രഹ്മചര്യ എന്ന് പറയുന്നത് നമ്മൾ മോഡറേഷനായിട്ടുള്ള ഒരു രീതിയിൽ നിൽക്കുക, ബ്രഹ്മാവിനെ ചരിക്കുക. അതായത് നമ്മളെ പടച്ച ആ ഒരു ശക്തിയെ നമ്മൾ സ്മരിക്കുക, അതിനെ ചരിക്കുക, അതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. 5ാമത് പറയുന്നത് അപരിഗ്രഹം, നോൺ പൊസസീവ്നെസ് ആണ്. ഈ പറയുന്ന പോലെ ഓവറായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കി പൊസസീവ്നെസ് ഇല്ലാതെ ഇരിക്കുന്നതിനാണ് അപരിഗ്രഹം എന്ന് പറയുന്നത്. ഈ 5 യമയിൽ വരുന്നത്. ഇനി പറയുന്നത് നിയമാസാണ്, പേഴ്സണൽ ഡിസിപ്ലിനാണ്. നമ്മൾ മനസ്സാ വാച കർമ്മണ പരിശീലിക്കേണ്ട ശുചിത്വമാണ് ആദ്യം പറയുന്നത്. ശൗച്യം, ക്ലീനിനെസ്, അത് നമ്മുടെ വാക്കിലുണ്ടായിരിക്കണം, മനസ്സിനുണ്ടായിരിക്കണം, നമ്മുടെ ശരീരത്തിനും ഉണ്ടായിരിക്കണം. അടുത്ത് പറയുന്നത് സന്തോഷമാണ്. നമ്മൾ ആ ഒരു സന്തോഷം പ്രാക്ടീസ് ചെയ്യുന്നതിന് അത്രയും ഇമ്പോർട്ടൻസ് തന്നെയുണ്ട്. ബിക്കോസ് നമ്മളൊരു മിസറി അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു എനർജി ലെവൽ ഹിംസ ഉള്ള ആളുടെ എനർജീനേക്കാളും താഴെയായിരിക്കും ആ ഒരു എനർജിയുടെ ലെവൽ വരുന്നത്. സോ നമ്മളെപ്പോഴും ഇരിക്കേണ്ടത് സന്തോഷകരമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കണം. നല്ല അറിവുള്ളവന് എപ്പോഴും സന്തോഷമായിട്ടുള്ള അവസ്ഥ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിദ്യയാണ് എല്ലാത്തിനും, എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അവിദ്യയാണ്. ഇതെല്ലാം ടെമ്പററി ആണെന്നും ഇതിനപ്പുറം നമുക്കൊരു ആത്മാവുണ്ട്, ആ ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവം ബ്ലിസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേജാണ്, ആനന്ദകരമായിട്ടുള്ള സ്റ്റേജാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ഈ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ഒരു സാക്ഷിയായി മാത്രം കണ്ടുകൊണ്ട് അധികം സങ്കടപ്പെടാതെ ദുഃഖിക്കാതെ സന്തോഷകരമായിട്ടുള്ളൊരു മനസ്സിന് ഉടമയായിട്ട് ഉണ്ടാകും. സോ അത്തരത്തിൽ സന്തോഷം പ്രാക്ടീസ് ചെയ്യുക, സന്തോഷവാനായിട്ട് ഇരിക്കുക, ഗ്രേറ്റ്ഫുള്ളായിട്ട് ഇരിക്കുക. നമുക്ക് എന്ത് കിട്ടിയാലും ഒരു അത്യാഗ്രഹം ഉള്ള ഒരു മൈൻഡ് സെറ്റിന് ഒരിക്കലും സന്തോഷവാനായിട്ടിരിക്കാൻ പറ്റില്ല. അതേസമയം എല്ലാ കാര്യങ്ങളിലും ഗ്രേറ്റ്ഫുൾനെസ് കണ്ടെത്തുന്ന ഒരാൾക്ക് സന്തോഷവാനായിട്ടിരിക്കാൻ കഴിയും. അതാണ് നിയമത്തിൽ 2ാമതായി പറയുന്നത്. ഇനി പറയുന്നത് തപസ്സാണ്. സെൽഫ് ഡിസിപ്ലിൻ പാലിക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വിൽ പവർ ഉള്ള ഒരാൾക്ക് മാത്രമേ തപസ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ട് ഹെൽത്തിന് ഹാംഫുള്ളായിട്ടുള്ള ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിക്കുക, അങ്ങനെ പലതരം ആക്ടിവിറ്റീസ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് അറിയാം. ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ മനസ്സിനോ അല്ലെങ്കിൽ ശരീരത്തിനോ കേടാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാം. എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്നത് അത് ഏറ്റവും ഹാംഫുള്ളായിട്ടുള്ള കാര്യമാണ്. സോ അതിനെ മാറ്റി ഞാനിത് ചെയ്യില്ല, എനിക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല, സോ ഞാനിത് മാറ്റും എന്നുള്ള രീതിയിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ തപസ് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അപ്പോൾ 3ാമത് പറയുന്നത് തപസ്സാണ് നിയമത്തിൽ. 4ാമത് പറയുന്നത് സ്വാധ്യായമാണ്, സെൽഫ് സ്റ്റഡിയാണ്. സ്വന്തമായിട്ട് സ്റ്റഡി ചെയ്യുക, പലതരം ആപ്തവചനങ്ങളുള്ള ബുക്കുകളും റെഫർ ചെയ്ത് പഠിക്കുന്നത്, സ്വയം പഠിക്കുന്നതിനെ നമുക്ക് ഈ ഒരു തരത്തിൽ സ്വാധ്യായം എന്ന് പറയാൻ പറ്റും. അധ്യായം. ഇനി നമ്മളിലേക്ക് തന്നെ നമ്മളെ തന്നെ പഠിക്കുന്നതിനെയും സ്വാധ്യായം എന്ന് പറയാൻ പറ്റും. ഈ ഒരു സ്വാധ്യായം കൊണ്ട് സെൽഫ് റിയലൈസേഷനാണ് നമുക്ക് ഉണ്ടാകുന്നത്. 5ാമതായിട്ട് പറയുന്നത് ഈശ്വര പ്രണിധാനമാണ്. നമ്മുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ നമ്മുടെ പരമാത്മാവിലേക്ക് നമുക്ക് പ്രണിധാനം ചെയ്യുക, ഓഫറിങ്സ് ചെയ്യുക. ഇതിനെ നമുക്ക് ഇൻറ്റൻഷൻ വെക്കുന്നതായിട്ടും പറയാം. അതായത് യൂണിവേഴ്സിലേക്ക് നമ്മളൊരു പ്രതിജ്ഞ എടുത്ത് പറയുന്നു, അത് പാലിക്കപ്പെടുന്നു, അത് പാലിക്കാൻ വേണ്ടി നമ്മൾ ഓഫറിങ്സ് ചെയ്യുന്നു. ഇതിനെയെല്ലാം നമുക്ക് ഈശ്വര പ്രണിധാനമായിട്ട് കൂട്ടാം. പ്രാർത്ഥനയെയും നമുക്ക് ഈശ്വര പ്രണിധാനമായിട്ട് തന്നെ കൂട്ടാവുന്നതാണ്. അടുത്ത് പറയുന്നത് ആസനയാണ്. ആസന പതഞ്ജലി മഹർഷി ആസനയുടെ ഡെഫിനിഷനായിട്ട് സ്ഥിരം, സുഖം, ആസനം എന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ.
അല്ലാതെ ആസനയുടെ ന്യൂമറേറ്റഡ് ചെയ്തിട്ടില്ല. അതെല്ലാം വരുന്നത് ഹഠയോഗ പ്രതിപികയിലും മറ്റ് ഗേരണ്ട സംഹിത എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെയാണ്. അപ്പോൾ ആസന എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്ത് മെഡിറ്റേഷൻ പോസ്ചറിലേക്ക് ഇരിക്കാൻ പ്രാപ്തമാക്കുക. അതിനാണ് നമ്മൾ മറ്റെല്ലാ ആസനകളും ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് മെഡിറ്റേറ്റീവ് പോസ്ചറിൽ ഇരിക്കാൻ പറ്റണം. ഇത്തരത്തിൽ ആസന പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരതയും വരും, ഫ്ലെക്സിബിലിറ്റിയും വരും. അതായത് സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിയും വരുന്ന ഒരാൾക്ക് മാത്രമേ സ്ഥിരം സുഖം ആസനം എന്ന് പറയുന്ന കാര്യം പ്രാപ്തമാവുകയുള്ളൂ. ഇനി അടുത്ത് പറയുന്നത് പ്രാണായാമമാണ്. ബ്രെത്ത് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ പ്രാണനെ, ആ എനർജീനെ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരുത്താനും സൂര്യനാഡീനെയും ചന്ദ്രനാഡീനെയും നമുക്ക് ഒരുപോലെ കൊണ്ടുവരുത്താനും സഹായിക്കുന്നത് പ്രാണായാമം വഴിയാണ്. സോ ഇത്തരത്തിൽ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് നല്ലൊരു മെൻ്റൽ ക്ലാരിറ്റിയും ബോഡിക്കും മനസ്സിനും ബാലൻസും വന്നു ചേരുന്നതാണ്. പ്രത്യാഹാരമാണ് അടുത്തതായിട്ട് പറയുന്നത്. വിഡ്രോവൽ ഓഫ് സെൻസ് ഓർഗൻസ് ആണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വന്നു ചേരുന്ന ഗുണഗണങ്ങളാണ് ധാരണയും ധ്യാനവും സമാധിയും എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ 4 വിധത്തിലുള്ള 4 പാത്വേസിലുള്ള യോഗ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താണ് ഹഠയോഗ എന്ന് നോക്കാം നമുക്ക്. സോ മെയിനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഹഠയോഗ ഒരു പ്രിപ്പറേഷനാണ്. എന്തിലേക്കുള്ള പ്രിപ്പറേഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജയോഗയിലേക്ക് ഉള്ള ഒരു പ്രിപ്പറേഷനാണ് ഹഠയോഗ എന്ന് പറയുന്നത്. ഹ എന്ന് പറയുന്നത് നമ്മളെ സൂര്യനാഡിയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്, സൺ എനർജീനെ. ത എന്ന് പറയുന്നത് ചന്ദ്രനാഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, മൂൺ എനർജീനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഹ എന്ന് പറയുന്ന ഈ സൂര്യനാഡിയെ നമുക്ക് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, അതായത് ബോഡിയെ ആക്ടിവേറ്റ് ചെയ്യുന്ന നെർവസ് സിസ്റ്റവുമായിട്ടും മൂണിനെ, അതായത് ചന്ദ്രനാഡിയെ നമുക്ക് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റമായിട്ടും കണക്ക് കൂട്ടാം. പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം നേരെ ഓപ്പോസിറ്റ് ദി സിമ്പതറ്റിക് നെർവസ് സിസ്റ്റമാണ്. ബോഡിയെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നതാണ് മൂൺ എനർജി. അതേസമയം ബോഡിയെ ഉത്തേജിപ്പിക്കുന്നതാണ്, എനർജൈസ് ചെയ്യുന്നതാണ് സൂര്യൻ്റെ എനർജി, സൺ എനർജി. സോ അത്തരത്തിൽ ഈ സണ്ണിനെയും മൂണിനെയും ബാലൻസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഹ ത എന്ന് പറയുന്നത്. അത്തരത്തിൽ സൂര്യനാഡിനെയും ചന്ദ്രനാഡിനെയും ബാലൻസ് ചെയ്യിപ്പിക്കുന്ന പ്രാക്ടീസസാണ് ഹഠയോഗയിലുള്ളത്. നമ്മളിപ്പോൾ ഷഡ്കർമാസ് പറയുന്നുണ്ട്. ഷഡ്കർമാസ് യൂസ് ചെയ്ത് ബോഡിയെ ക്ലെൻസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ആസന പ്രാക്ടീസ് ചെയ്ത് പ്രാണായാമമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇത്തരം അഭ്യാസങ്ങളിലൂടെ സൂര്യനാഡിയെയും ചന്ദ്രനാഡിയെയും ബാലൻസ് ചെയ്യിപ്പിക്കുന്നതാണ് ഹഠയോഗ. ഇത്തരത്തിൽ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രാജയോഗയിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. ഹഠയോഗയിലാണ് നമുക്ക് ഷഡ്കർമാസിനെ കുറിച്ചുള്ള റെഫറൻസ് ഉള്ളത്. ഷഡ്കർമാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൗത്തി, വസ്തി, നേത്തി, ത്രാടക, നൗലി, കപാൽഭാതി. സോ ഇത്തരത്തിലുള്ള ഷഡ്ക്രിയാസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും പ്രത്യേകം ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മനസ്സിനും ശരീരത്തിനും ക്ലെൻസിങ് വരികയും നമ്മൾ നിയമത്തിൽ പറഞ്ഞതുപോലെ ശൗച്യം പാലിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാജയോഗ അനായാസം ചെയ്യാൻ സാധിക്കും. ഷഡ്കർമാസ് കൂടാതെ ഹഠയോഗയിൽ പിന്നെ പറഞ്ഞിട്ടുള്ളത് ആസന പ്രാക്ടീസാണ്, പ്രാണായാമമുണ്ട്, ബന്ധാസും മുദ്രാസുമാണ്. സോ ലോക്കിംഗ് സിസ്റ്റമാണ് ബന്ധാസ് എന്ന് പറയുന്നത്. ബ്രെത്തിനെ ഹോൾഡ് ചെയ്തിട്ടുള്ള പ്രാക്ടീസാണത്. മുദ്രാസ് എന്ന് പറയുന്നത് ഹാൻഡ് ജെസ്റ്റേഴ്സ് ഉണ്ട്, കായമുദ്ര നമ്മുടെ ബോഡി വെച്ചിട്ടുള്ളതുണ്ട്, മനോമുദ്ര മനസ്സുകൊണ്ടുള്ള മുദ്രകളുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള മുദ്രാസും ബന്ധാസും പ്രാണായാമാസും ആസനാസും ഷഡ്കർമാസും ഒക്കെ ചെയ്യുന്നതിനെയാണ് ഹഠയോഗ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് സ്കൂൾസ് ഓഫ് യോഗയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ, കൂടാതെ ഹഠയോഗയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു.